ഭരണപ്രതിപക്ഷ വാക്പോരിൽ നിയമസഭ സ്തംഭിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ മുദ്രാവാക്യ വിളികളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സർക്കാരിന്റെ മുൻഗണനാ പെൻഷൻ നൽകലല്ല, കേരളീയവും നവകേരള സദസ്സും പോലുള്ള ആർഭാടങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ചക്കിട്ടപ്പാറയിലെ വയോധികന്റെ ആത്മഹത്യ മുൻനിർത്തിയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത്. പി.സി. വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറഞ്ഞ ധനമന്ത്രി വയോധികന്റെ ആത്മഹത്യയുടെ കാരണം പെൻഷൻ കുടിശ്ശിക അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. പി. പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. വളയത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കത്ത് നൽകിയത്. ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. മറിച്ചുള്ള വസ്തുതകളാണുള്ളത്. ആത്മഹത്യാ കുറിപ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ, കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകുമോ സർ? പെൻഷൻ വിതരണത്തിന്റെ താളം തെറ്റാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി കെ.എൻ. ബാലഗോപാൽ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടന്നു. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം ഒന്നും പറയുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്തൊരു സഹായം, ഈ പെൻഷൻ കമ്പനി വലിയ അപകടമാണ്, കിഫ്ബി വലിയ അപകടമാണ്, ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്, ഇത് വലിയ പരാതിയാണ്, പ്രശ്നമാണ്, സർക്കാരിനെ ആ കടത്തിലേക്ക് എത്തിക്കും എന്നുള്ള വലിയ പ്രവർത്തനം നടത്തിയിട്ട് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പണമെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത്. മന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. UDF കാലത്തെ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ചും സഭയിൽ വാക്പോര് നടന്നു. വാക്കൌട്ട് പ്രസംഗത്തിനായി എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ മുൻഗണനകളെ ചോദ്യം ചെയ്തു. നിങ്ങൾ ചെയ്തൊരു തെറ്റ് അന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാണോ ഞങ്ങളുടെ കുഴപ്പം? പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തീരാറായപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലേക്ക് എത്തി. സഭ ബഹളത്തിലമർന്നുവെങ്കിലും സ്പീക്കർ നടപടികൾ തുടർന്നു. ഇതോടെ സഭ ബഹിഷ്കരിച്ച് കവാടത്തിലേക്ക് പോയ പ്രതിപക്ഷം അവിടെ കുത്തിയിരുന്നു. കാലിയായി കിടന്ന പ്രതിപക്ഷ ബെഞ്ചുകളെ നോക്കിയാണ് നന്ദിപ്രമേയ അവതരണവും ചർച്ചയും നടന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.